ഓരോ പ്രാവശ്യവും ക്രീസിലെത്തി പെട്ടെന്ന് തന്നെ ഔട്ടായി മടങ്ങുന്ന വിരാട് കോഹ്ലി. കരിയറിന്റെ ഈ ദിനങ്ങളിൽ ഓരോ പ്രാവശ്യവും വിരാട് കോഹ്ലി ഓഫ് സൈഡിന് പുറത്തെ പന്തിൽ ചേസ് ചെയ്ത് വിക്കറ്റ് കീപ്പർക്കോ സ്ലിപ്പിലോ ക്യാച്ച് നൽകി പുറത്താവുമ്പോൾ തീർച്ചയായും അയാൾ അടിയന്തരമായി കാണേണ്ടത് ഒരു മത്സരത്തിന്റെ ഹൈലൈറ്റ്സ് ആണ്. ഏതാണ്ട് 2 പതിറ്റാണ്ട് മുമ്പ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ ഓസീസിനെതിരെ അന്ന് നേടിയ ആ മനോഹര ഇന്നിംഗ്സിന്റെ വീഡിയോ അയാൾ നിർബന്ധമായും കാണണം. ഓഫ് സൈഡിലെ ഒരു ഡ്രൈവ് പോലും ചെയ്യാതെ ഓസീസുകാർക്ക് വിക്കറ്റ് നൽകാതെ അയാൾ നേടിയ ആ ഒരു മാസ്റ്റർ ക്ലാസ് ഇന്നിംഗ്സ്, പ്രതിഭയുടെ ഒപ്പ് കൃത്യമായി ചാർത്തിയ ആ ഇന്നിംഗ്സ്. വിരാട് കോഹ്ലി ഷുഡ് വാച്ച് ദിസ് വീഡിയോ ഹൈലൈറ്റ്സ് ബിഫോർ ഹി കംസ് ടു ബാറ്റ് ഇൻ ദി നെക്സ്റ്റ് ടെസ്റ്റ്. ഓസ്ട്രേലിയക്കെതിരായ 3-ാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിലും വിക്കറ്റ് വലിച്ചെറിഞ്ഞ് നിരാശപ്പെടുത്തി മടങ്ങുകയായിരുന്നു വിരാട് കോഹ്ലി. മോഡേൺ ഡേ ക്രിക്കറ്റിലെ കിങ് കോഹ്ലി, ഏറ്റവും മികച്ച ബാറ്റ്സ്മാനായ ഫാബ് ഫോറിൽ അംഗമായ വിരാട് കോഹ്ലി. ഇത്തവണയും ഓസ്റ്റമ്പിന് പുറത്തുപോയ പന്തിൽ അനാവശ്യമായി ബാറ്റ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം പുറത്തായത്. ഹേസൽവുഡിന്റെ പന്തിൽ ഔട്ട്സൈഡ് എഡ്ജായി പുറത്താകുമ്പോൾ 3 റൺസ് മാത്രമായിരുന്നു വിരാട് കോഹ്ലിയുടെ സമ്പാദ്യം. 16 പന്തുകൾ മാത്രമാണ് കോഹ്ലി ക്രീസിൽ ചെലവഴിച്ചത്. വീണ്ടും ഇങ്ങനെ ഓഫ് സൈഡിന് പുറത്തെ പന്തിൽ വിക്കറ്റ് കീപ്പർക്കോ സ്ലിപ്പിലോ ക്യാച്ച് നൽകി പുറത്താവുന്ന വിരാട് കോഹ്ലി ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിലെ ഒരു സ്ഥിര കാഴ്ചയാണ്. നമുക്കറിയാം, കഴിഞ്ഞ T20 ലോകകപ്പിന് ശേഷം വിരാട് കോഹ്ലി ഏകദിനത്തിലും ടെസ്റ്റിലും മാത്രമാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കളിക്കുന്നത്. എന്നാൽ സമീപകാലത്തായി റൺസ് കണ്ടെത്താൻ പാടുപെടുന്ന ഒരു കോഹ്ലിയെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയിട്ടുണ്ടെങ്കിലും കൺസിസ്റ്റൻസി വിരാട് കോഹ്ലിയിൽ അന്യമായിട്ട് ഏതാണ്ട് 5 കൊല്ലമായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതൊരു നഗ്ന സത്യം മാത്രമാണ്. ഇന്ത്യയുടെ റൺ മെഷീൻ എന്ന് വിളിപ്പേരുള്ള കോഹ്ലിയുടെ ബാറ്റിൽ നിന്നും ഇപ്പോൾ പഴയ പോലെ റൺസ് ഒന്നും അങ്ങനെ ഒഴുകുന്നില്ല, അല്ലെങ്കിൽ സ്ഥിരതയോടുകൂടി ഒഴുകുന്നില്ല എന്നത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാൻ മടിക്കുന്ന ഒരു സത്യം തന്നെയാണ്. ഈ ഇന്നിംഗ്സിൽ നേരത്തെ പുറത്തായതോടെ വിരാട് കോഹ്ലി വിരമിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാണ്. ഇപ്പോൾ കോഹ്ലിക്ക് ഒരു ആരാധകൻ അയച്ച ഒരു തുറന്ന കത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽപ്പുണ്ട്. പ്രിയപ്പെട്ട വിരാട്, ഇല്ല, ഞാൻ നിങ്ങളെ രോഹിത്തുമായോ മറ്റേതെങ്കിലും കളിക്കാരുമായോ ഒരിക്കലും താരതമ്യപ്പെടുത്തുന്നില്ല. ആ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എപ്പോഴും മത്സരിക്കുന്നത് നിങ്ങളോട് മാത്രമാണ്. നിങ്ങൾ സ്വയം അടയാളപ്പെടുത്തിയ ഉന്നത നിലവാരത്തോട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കുറഞ്ഞ സ്കോറുകൾക്ക് പുറത്താവുന്നതല്ല, ഒരേ രീതിയിൽ അടിവരയിട്ട് പറയണം, ഒരേ രീതിയിൽ തുടർച്ചയായി ഔട്ടാവുന്നത് ഒരു ആരാധകനെന്ന നിലയിൽ എന്നെ നിരാശനാക്കുന്നു. നിങ്ങൾ സൃഷ്ടിച്ച വലിയ പൈതൃകത്തെക്കുറിച്ചും അതിനെ കൂടുതൽ നശിപ്പിക്കുന്നതിൽ നിന്നും എത്രത്തോളം വിട്ടുനിൽക്കാൻ കഴിയുമെന്നും ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ കണക്കുകളുടെ വലിയ ആരാധകനല്ലെങ്കിലും നിങ്ങളുടെ ശരാശരി ഇപ്പോൾ 47-ൽ താഴെയാണെന്ന് നിങ്ങൾ ഓർക്കണം. ആ ആരാധകൻ പറയുന്നത് ഇങ്ങനെയാണ്: ടെസ്റ്റിൽ മറ്റുള്ള ഫാബ് ഫോറിലുള്ള റൂട്ടും വില്യംസനും സ്മിത്തുമെല്ലാം 50-ന് മുകളിൽ ഇപ്പോൾ ആവറേജ് ഉള്ളവരാണ്. ആ ലിസ്റ്റിലാണ് 47 എന്ന ടെസ്റ്റ് ആവറേജ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ വളരെ കുറവാണ്. നിങ്ങൾ കടിച്ചു തൂങ്ങി നിൽക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ടെസ്റ്റുകളിലെങ്കിലും നിങ്ങൾ ആത്മപരിശോധന നടത്തേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ആ ഒരു തുറന്ന കത്തിൽ, ഒരു ക്രിക്കറ്റ് ഫാൻ വിരാട് കോഹ്ലിക്കുള്ള ആ തുറന്ന കത്തിൽ പറയുന്നത്. നമുക്കറിയാം, വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു കാലമായി ടെസ്റ്റിലടക്കം കോഹ്ലിയെ ഓഫ് സ്റ്റംപ് ലൈനിൽ ഔട്ട് സ്വിംഗറുകൾ എറിഞ്ഞ് ബോളർമാർ പുറത്താക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം പന്തുകളിൽ പലപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട ഷോട്ടുകളിലൊന്നായ കവർ ഡ്രൈവ് കളിക്കാനുള്ള വ്യഗ്രതയിലാണ് കോഹ്ലിയുടെ പലപ്പോഴുമുള്ള പുറത്താക്കലുകൾ. ഇങ്ങനെ പുറത്തായി പവലിയനിലേക്ക് മടങ്ങുന്ന ആ സമയത്ത് തന്നെ കോഹ്ലി ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ടത് പഴയ ആ ഇന്നിംഗ്സിന്റെ ഹൈലൈറ്റ്സ് ആണ്. നിർബന്ധമായും കണ്ടിരിക്കേണ്ട മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ രമേശ് ടെണ്ടുൽക്കറുടെ 2004-ലെ ടെസ്റ്റ് പരമ്പരയിൽ സിഡ്നിയിൽ പുറത്താവാതെ നേടിയ ആ ഇന്നിംഗ്സ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിലൊന്നായിരുന്നു. 2003-4 കാലഘട്ടത്തിൽ നടന്ന ഇന്ത്യയുടെ ഓസീസ് പര്യടനത്തിലാണ് ചരിത്രത്തിൽ ഇടം നേടിയ സച്ചിന്റെ ആ ഇരട്ട സെഞ്ചുറി 241 നോട്ട് ഔട്ട് ഇന്നിംഗ്സ് വരുന്നത്. പരമ്പരയിലെ 4-ാം ടെസ്റ്റിനായിരുന്നു അന്ന് സിഡ്നി വേദിയായത്. ആദ്യ 3 മത്സരങ്ങളിലും സച്ചിന് തിളങ്ങാനായിരുന്നില്ല എന്ന് മാത്രമല്ല, ഓസീസ് പേസർമാരുടെ ഓഫ് സ്റ്റംപ് കെണിയിൽ സച്ചിൻ പലപ്പോഴും വീഴുന്നതും ആ പരമ്പരയിലെ സ്ഥിരം കാഴ്ചയായിരുന്നു. പരമ്പരയിലെ ആദ്യ 3 ടെസ്റ്റുകളിൽ നിന്നായി വെറും 88 റൺസ് മാത്രമായിരുന്നു സച്ചിൻ അന്ന് നേടാൻ കഴിഞ്ഞത്. കളിച്ച 5 ഇന്നിംഗ്സുകളിൽ 2 തവണയും 0-ന് പുറത്തായ സച്ചിൻ ഒരു മത്സരത്തിൽ 2 അക്കം കടന്നുമില്ല. അതോടെ 4-ാം ടെസ്റ്റിന് ഇറങ്ങും മുമ്പ് സച്ചിൻ മനസ്സിലങ്ങ് ഉറപ്പിക്കുകയാണ്: ഈ മത്സരത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഷോട്ടായ കവർ ഡ്രൈവ് ഒരിക്കലും കളിക്കുന്നില്ല എന്ന്. പിന്നീട് സിഡ്നി ടെസ്റ്റിന്റെ വേദിയാണ്. തൻ്റെ തീരുമാനം അക്ഷരം പ്രതി നടപ്പിലാക്കുന്ന ഒരു സച്ചിനെയാണ് 2004 ജനുവരി 2 മുതൽ സിഡ്നിയിൽ അന്ന് നമ്മൾ കണ്ടത്. സ്പീഡ്സ്റ്റർ ബ്രെറ്റ്ലിയും ജെയ്സൺ ഗില്ലസ്പിയും നഥാൻ ബ്രാക്കണും സ്പിന്നറായ സ്റ്റുവർട്ട് മഗ്ഗിലും അടങ്ങുന്ന ബോളിംഗ് നിരക്കെതിരെ അന്ന് 10 മണിക്കൂറിലേറെ സമയം ക്രീസിൽ നിന്നിട്ടും സച്ചിൻ്റെ ബാറ്റിൽ നിന്നും ഒരു കവർ ഡ്രൈവ് പോലും പിറന്നില്ല.
നേരിട്ട് 436 പന്തുകളിൽ ഓഫ് സ്റ്റമ്പിന് പുറത്തുപോയ പന്തുകളെല്ലാം തന്നെ സച്ചിൻ അർഹിച്ച ബഹുമാനത്തോടെയാണ് നേരിട്ടത്. പുള്ളുകളും ഫ്ലിക്കുകളും സ്ട്രൈറ്റ് ഡ്രൈവുകളും അതുപോലെ ഓൺ ഡ്രൈവുകളും സ്ക്വയർ കട്ടുകളും സ്വീപ്പ് ഷോട്ടുകളും എല്ലാം യഥേഷ്ടം ഒഴുകിയ ആ ഇന്നിംഗ്സിൽ പക്ഷേ ഒരു കവർ ഡ്രൈവ് പോലും ഉണ്ടായിരുന്നില്ല. സച്ചിൻ ഹാസ് പ്ലേഡ് സം അമേസിംഗ് ഇന്നിംഗ്സ് ത്രൂ ഔട്ട് ഹിസ് കരിയർ ബട്ട് നൺ വിത്ത് മോർ ഡിസിപ്ലിൻ ആൻഡ് ഡിറ്റർമിനേഷൻ ലൈക്ക് ഹിസ് 241 നോട്ട് ഔട്ട് എന്നാണ് ബ്രയൻ ചാൾസ് ലാറ സച്ചിൻ്റെ ആ ഇന്നിംഗ്സിനെ കുറിച്ച് പിന്നീട് ഒരിക്കൽ പറഞ്ഞത്. ഇത്രയും ഡിസിപ്ലിനോടും ഡിറ്റർമിനേഷനോടും കൂടി സച്ചിൻ കളിച്ച മറ്റൊരു ഇന്നിംഗ്സ് ഉണ്ടാവില്ല എന്ന ലെജൻഡറി ലാറയുടെ സർട്ടിഫിക്കറ്റ്. വിരാട് കോഹ്ലി നിർബന്ധമായും കാണേണ്ടത് ആ ഇന്നിംഗ്സിൻ്റെ ഹൈലൈറ്റ്സ് തന്നെയാണ്. ഉപദേശം തേടേണ്ടത് സച്ചിൻ രമേശ് ടെണ്ടുൽക്കറോട് തന്നെയാണ്. ഇതിനൊപ്പം വിരാട് കോഹ്ലി ഓർമ്മിക്കേണ്ട മറ്റൊരു പഴയ ഓട്ടോഗ്രാഫ് കഥ കൂടിയുണ്ട്. അതും സച്ചിനുമായി ബന്ധപ്പെട്ട കഥയാണ്. 2007 ഒക്ടോബർ 5 വേദി രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ 3ാമത്തെ ഏകദിന മത്സരം നടക്കുകയാണ്. ക്രീസിലുള്ളത് ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ രമേശ് ടെണ്ടുൽക്കറാണ്. അന്ന് ഓസീസിനെതിരെയുള്ള ആ പരമ്പരയിൽ കളിക്കളത്തിൽ ഉടനീളം സച്ചിനെ സ്ലഡ്ജ് ചെയ്തുകൊണ്ട് വിക്കറ്റ് എടുക്കാൻ ഉറപ്പിച്ച് തീരുമാനിച്ച് ഇറങ്ങിയ ഓസീസ് ടീം ഒടുവിൽ വിജയം കാണുക തന്നെ ചെയ്തു. അന്ന് 43 റൺസ് എടുത്ത സച്ചിനെ ഓസ്ട്രേലിയൻ സ്പിന്നറായ ബ്രാഡ് ഹോഗ് ക്ലീൻ ബോൾ ചെയ്യുന്നു. സച്ചിൻ്റെ വിക്കറ്റ് നേടിയ ബ്രാഡ് ഹോഗ് സച്ചിന് മുന്നിൽ അത് ശരിക്കും അങ്ങ് ആഘോഷിക്കുകയാണ്. കാരണം ആ വിക്കറ്റ് ബ്രാഡ് ഹോഗിനും അദ്ദേഹത്തിൻ്റെ ടീമിനും ഒരുപോലെ വിലപ്പെട്ടതായിരുന്നു. ആ വിക്കറ്റ് സച്ചിൻ രമേശ് ടെണ്ടുൽക്കറുടേതായിരുന്നു, ദ ലെജൻഡറി സച്ചിൻ. എന്നാൽ കളിക്കളത്തിന് പുറത്തും സ്ലെഡ്ജിംഗ് തുടരാൻ തീരുമാനിച്ച ഓസീസ് സ്പിന്നർ ബ്രാഡ് ഹോഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സച്ചിനടുത്തേക്ക് മത്സരശേഷം ഓട്ടോഗ്രാഫിനായി ചെല്ലുന്നു. ഓട്ടോഗ്രാഫിനായി ബ്രാഡ് ഹോഗ് സച്ചിന് നേരെ നീട്ടിയത് മറ്റൊന്നുമായിരുന്നില്ല, തൻ്റെ ബോളിൽ സച്ചിൻ ക്ലീൻ ബോൾഡ് ആവുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. സച്ചിൻ ആ ഫോട്ടോ വാങ്ങിക്കൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ അതിൽ ഇങ്ങനെ എഴുതുകയുണ്ടായി, ദിസ് വിൽ നെവർ ഹാപ്പൻ അഗെയിൻ ഹോഗി എന്ന്. ഹോഗി ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുകയില്ല എന്ന്. ആ സംഭവത്തിന് ശേഷം 23 വ്യത്യസ്ത മാച്ചുകളിലായി സച്ചിനും ബ്രാഡ് ഹോഗും മുഖാമുഖം വന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഒരിക്കലും സച്ചിൻ്റെ വിക്കറ്റ് നേടാൻ ഹോഗിന് കഴിഞ്ഞതേയില്ല. ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു തവണ സച്ചിൻ രമേശ് ടെണ്ടുൽക്കറുടെ വിക്കറ്റ് നേടിയ അദ്ദേഹം പിന്നീട് പല ഇൻ്റർവ്യൂവിലും ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സച്ചിൻ പറഞ്ഞതുപോലെ ഇറ്റ് വിൽ നെവർ ഹാപ്പൻ അഗെയിൻ. പിന്നീട് ഒരിക്കലും അത് സംഭവിച്ചിട്ടില്ല. ദിസ് ഈസ് കോൺഫിഡൻസ്. കഴിവ് മാത്രം അല്ല, തൻ്റെ ആത്മവിശ്വാസം കൊണ്ട് കൂടിയാണ് സച്ചിൻ ക്രിക്കറ്റിൻ്റെ ദൈവം ആയി മാറിയതെന്ന് ഓർമ്മിപ്പിക്കുന്ന സംഭവമാണിത്. അതിനുശേഷമുള്ള ഓസീസ് പരമ്പരകളിലെല്ലാം സച്ചിൻ ശരിക്കും അൺസ്റ്റോപ്പബിൾ ആയിരുന്നു. റൺസ് മല തീർത്ത സച്ചിന് മുന്നിൽ ഹോഗ് വിക്കറ്റ് എടുക്കാനാവാതെ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുന്ന എത്രയോ മത്സരങ്ങൾ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എക്സ്പ്ലെയിൻ വാട്ട് ഈസ് കോൺഫിഡൻസ് എന്ന് ചോദിച്ചാൽ ക്രിക്കറ്റ് മൈതാനത്ത് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ നൽകിയ ഒരു ഉത്തരമായിരുന്നു അത്, ദിസ് വിൽ നെവർ ഹാപ്പൻ അഗെയിൻ. വിരാട് കോഹ്ലിക്ക് മുന്നിലും ഇതൊരു പാഠമാണ്. സ്റ്റാർക്കിനെയും ഹാസിൽവുഡിനെയും കമ്മിൻസിനെയും എല്ലാം നേരിട്ട് കൊണ്ട് അവരുടെ മുഖത്ത് നോക്കി ദിസ് വിൽ നെവർ ഹാപ്പൻ അഗെയിൻ എന്ന് പറയുന്ന കോഹ്ലിയെ നമുക്ക് കാണണം. അങ്ങനെ പറയാനുള്ള ധൈര്യം കോഹ്ലി കാണിക്കേണ്ടിയിരിക്കുന്നു.